കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനാകാതെ SIT. രാഹുലിന്റെ കീഴടങ്ങാനുള്ള നീക്കം പൊളിക്കാൻ കോടതികളിൽ അടക്കം വല വിരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് പിടിയിലായ രാഹുലിന്റെ ഡ്രൈവർ, പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്നിവരെ ഇന്നും ചോദ്യം ചെയ്യും. ഹൈക്കോടതിയിൽ രാഹുൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതിനിടെ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ SIT നടപടികൾ വേഗത്തിലാക്കുകയാണ്. കേസിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനെ കൂടി പ്രതി ചേർക്കും. പാർട്ടി കൈവിട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ തുടരുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അരുൺ പൂപ്പറമ്പയും TV പ്രസാദും സാനിയോ മനോമയും ഇക്ബാൽ അറക്കലും ദീപക് മോഹനും ചേരുന്നു വിശദ വിവരങ്ങളുമായി. ആദ്യം അരുൺ പൂപ്പറമ്പിയിലേക്കാണ്. അരുൺ, കാസർകോട് രാഹുൽ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ അത് SP തന്നെ നിഷേധിക്കുന്നു. രാഹുൽ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. SITയുടെ വലയിൽ രാഹുൽ എപ്പോൾ പെടും? റോഷ്നി, 9ാം ദിനവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുലിന് മുന്നിൽ ഇനി അവശേഷിക്കുന്ന സാധ്യതകൾ ഹൈക്കോടതിയെ സമീപിക്കുക, മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ കീഴടങ്ങുക എന്നതാണ്. അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അവസാനമായി രാഹുലിന്റെ ലൊക്കേഷൻ ലഭിച്ച, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് കർണാടക, അതോടൊപ്പം കേരള അതിർത്തിയായിട്ടുള്ള കാസർഗോഡ് അതിർത്തി പ്രദേശമായിട്ടുള്ള സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. സുള്ളിയ കഴിഞ്ഞാൽ പിന്നീട് കാസർഗോട്ടേക്ക് ഏറെ ദൂരമില്ല. അതിർത്തി കടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം, അതിർത്തി പ്രദേശങ്ങളിലെല്ലാം അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കാസർഗോട്ടോ അല്ലെങ്കിൽ ഹോസ്ദുർഗിലോ കോടതികളിൽ കീഴടങ്ങും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ ഉണ്ടായില്ല. അന്വേഷണ സംഘം ആ പ്രദേശങ്ങളിലെല്ലാം, അവിടെ 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. കടന്ന് കാസർഗോട്ടേക്ക് വരുമ്പോൾ 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. മലയോര പ്രദേശമാണ്. അതിർത്തി മേഖലയിലെല്ലാം പോലീസിന്റെ വലിയ വിന്യാസമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടീമുണ്ട്. അതോടൊപ്പം കാസർഗോട്ടെയും കണ്ണൂരെയും ലോക്കൽ പോലീസിന്റെ ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച് അതുവരെ കാത്തു നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതിനു മുമ്പ് അറസ്റ്റിലേക്ക് പോകുമോ എന്ന അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുണ്ട്. നിലവിൽ അവസാനം കണ്ട ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്നും രാഹുലിന് മറ്റെവിടെയെങ്കിലും പോകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഇന്ന് കാഞ്ഞങ്ങാട്ടെയോ ഹോസ്ദുർഗിലെയോ അല്ലെങ്കിൽ കാസർഗോട്ടെയോ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കോടതി വളപ്പിൽ പോലും നാടകീയമായ രംഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ കോടതി വളപ്പിൽ നിന്നും അറസ്റ്റ് ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്. എന്തായാലും 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ, എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ SIT സംഘത്തിന് സാധിച്ചിട്ടില്ല.